അങ്ങനെ പല പല ഐഡിയാസും വെച്ചിട്ട് ഇപ്പൊ ഒരു ക്ലയന്റ് വരുമ്പോൾ ചിലരുടെ കേസ് കണ്ടിട്ടുണ്ട്, ഫൈനൽ ഡിസൈൻ വരുമ്പോൾ ഒരു അവിയൽ പരുവായിരിക്കും, ഒന്നും തന്നെ ഉണ്ടാകില്ല. അപ്പൊ ഇങ്ങനെ പല കോൺസെപ്റ്റിലായിട്ട് വരുന്ന ഒരു ക്ലയന്റിനോട് എങ്ങനെയായിരിക്കും അതൊന്ന് മാനേജ് ചെയ്യുക? പല കോൺസെപ്റ്റിലോട്ട് വരുന്ന ക്ലയന്റിനോട് നമ്മൾ ഉടനെ തന്നെ നിങ്ങൾ മാഗസിൻ കണ്ടു, നിങ്ങൾ അത് കണ്ടു, ഇത് കണ്ടോണ്ട് ഇതൊന്നും ശരിയാകത്തൊന്നുമില്ല, ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. അപ്പൊ തന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും ക്ലയന്റും നമ്മളും ഒരു ഞാനിപ്പോ നല്ല കലാകാരനും കഥാപാത്രവും ഒന്നാകുന്ന പോലെ ഈ ക്ലയന്റ് എന്ന കുടുംബവും നമ്മളും തമ്മിൽ ഒന്നാകണമെങ്കിൽ നമ്മളൊരാടുത്ത് ഇതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒന്നാകാൻ പറ്റില്ല. സോ ഫസ്റ്റ് നമ്മൾ ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം. ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്ന പലപ്പോഴും നമ്മൾ ആക്ച്വലി ആർക്കിടെക്ചറിനെ പോലും സംസാരിക്കില്ല. അതാണ് ശരിക്കും ഒരു സൈക്കോളജിസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളിരുന്ന് നിങ്ങളുടെ ഇഷ്ടം എന്താ, നിങ്ങൾ ചിലപ്പോൾ പുസ്തകം വായിക്കും, ചിലപ്പോൾ ഡാൻസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ചിലപ്പോൾ പെയിന്റിങ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ചിലപ്പോൾ ഹസ്ബൻഡ് ഇതൊന്നും അല്ലായിരിക്കും, വേറൊരു സ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഞങ്ങളുടെ ഒരു 2 സെഷൻ എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചറിനെ കുറിച്ചേ സംസാരിക്കില്ല.